എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂട്ടുകറിയാണേ. കൂട്ടുകറി വെക്കാനായിട്ട് നമുക്ക് ഒരു ലോക്കി ചൊരയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, ഇച്ചിരി വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊരു ചട്ടി ചൂടായി അതിനകത്തോട്ട് വെളിച്ചെണ്ണ, കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചതിടാം. ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മളെല്ലാം ഒന്ന് ഇളക്കി. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ലോക്കി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പിട്ടത് കൊണ്ട് ഇതിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേകാൻ. നമുക്ക് അടച്ചു വെക്കാം. തീ ഒരു മീഡിയം സൈസിലിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് വേവിച്ച് അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേകാൻ. നമ്മൾ വെള്ളം ഒഴിക്കരുത്, പിന്നെ ഒത്തിരി വെന്ത് പോകും. വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുവാന്നേ. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്ന്. ഇച്ചിരി വേവുള്ളതാണ്. ഇപ്പം വെന്തിട്ടുണ്ടേ. ഇനി നമ്മൾ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ച പരിപ്പാണ് ഇട്ട് കൊടുത്തത്. ഏത് പരിപ്പ് വേണേലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പും നമ്മുടെ ചൊരയ്ക്കായും വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു കടുക് വറുത്തിടാം. കടുകും കരിയാപ്പിലയും ഉള്ളിയും ഒരു വറ്റൽമുളകും കൂടാണ് ഇട്ടത്. ഒരു ഇച്ചിരി ചുമന്ന മുളക് പൊടി. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ചാറും ഇല്ല എന്നാൽ ഉണങ്ങിയുമല്ല, ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.